ഇന്ന് കഴിഞ്ഞ സൺഡേയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരാഴ്ചയായി ഈ വീഡിയോ കെട്ടിപ്പിടിച്ചിരിക്കണു. ഇനിയെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്തിടട്ടെ എന്ന് വിചാരിച്ചിരുന്ന ഇടുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഇവിടെ ഫുൾ കുളിസീനാണ് കേട്ടോ. ആദ്യം ടോട്ടോനെ പിടിച്ചിരുത്തി കുളിപ്പിക്കുകയാണ്. കുളിക്കാൻ മടിയനായ ലിയോ അടുത്ത് തന്റെ ഊഴാണെന്ന് മനസ്സിലാക്കി ആദ്യം മുങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മള് വിടുവോ? ടോട്ടോന്റെ കുളി കഴിഞ്ഞ് ടോട്ടോനെ ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. സൺഡേ ആണ് ഇമ്മാതിരി പരിപാടികളൊക്കെ ഇവിടെ ഓടുക. മാസത്തിലൊരു തവണ പുറത്തുനിന്ന് ആള് വന്നിട്ട് ഗ്രൂം ചെയ്യിക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെ ഒരു ബാത്ത് റുട്ടീൻ. അങ്ങനെ ലിയോനെ ഏകദേശം കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ആ തിരിച്ച് എങ്ങനെ ആ ചളി മേൽക്കാക്കി എടുക്കും എന്നുള്ളതിന് പ്രത്യേക ഒരു വിദഗ്ധനാണ് കേട്ടോ ലിയോ. രണ്ടാൾ സ്വയം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള വെയിലത്ത് പോയി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കുളിച്ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മമ്മി ഇവിടെ നല്ല യമ്മി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നല്ലൊരു കുളി നമ്മളും അങ്ങോട്ട് പാസ്സാക്കി ബിരിയാണി അങ്ങോട്ട് തട്ടി. ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഈവനിങ് ആയപ്പോൾ ചെറിയൊരു മീറ്റിംഗ് സുജിക്ക് ഉള്ളതുകൊണ്ട് സുജിക്ക് പോണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്കും ഒന്ന് പുറത്തിറങ്ങാനുള്ള ഒരു മൂഡ് വന്നപ്പോൾ ഞാനും വണ്ടി കയറി ഇരിക്കാന്ന് പറഞ്ഞു. മമ്മയും പോകുന്നുണ്ടെങ്കിൽ ഞാനും വരുമെന്ന് പറഞ്ഞു. ആര്യനും ഇറങ്ങി. അവനുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുണ്ടെന്ന് റെയിനും പറഞ്ഞു. പിന്നെ ടോട്ടോനും ലിയനും മാത്രം ഇവിടെ ഇട്ടിട്ട് പോണോ, അവനും കൂടി കൂട്ടി. ഓഫീസിലെ സൈഡിൽ കൂടെ കുറച്ച് നടത്തിക്കുകയും ചെയ്യാം, ഒരു രസമല്ലേ. അങ്ങനെ ഒരു ജാതക്കുള്ള ആളായിട്ടാണ് സുജിത ഒരു മീറ്റിങ്ങിന് പോണത്. പലതരത്തിലുള്ള കഷ്ടപ്പാടുകളാണ് ഇവിടേക്ക്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഇവരെയും കൊണ്ട് ഓരോ മുക്കും മൂലയിലൂടെ നടക്കുകയായിരുന്നു കേട്ടോ. ഓടിക്കളിക്ക് എത്രയും സ്ഥലം കിട്ടിയ സന്തോഷത്തിലാണ് അവരുള്ളത്. പക്ഷെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടോ, കാരണം അപ്പുറത്ത് കൂടെ എക്സിറ്റ് ഉണ്ട്. ആ വഴിക്കെങ്ങാനും പോയാൽ പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല. വെള്ളമൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാമാർട്ടിൽ വെള്ളവും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി. പിന്നെ രാത്രി ഇപ്പോൾ കുറച്ചു നേരം മൂവിയൊക്കെ വെച്ചിരുന്ന് ബാക്കിയുള്ള ബിരിയാണിയും കൂടി തട്ടി വിട്ട് അവിടെ അങ്ങനെ കുറച്ചു നേരം കിടന്നു കേട്ടോ. നല്ലൊരു ഉറക്കമൂടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഉറങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുതച്ച് അവിടെ തന്നെ അങ്ങോട്ട് കിടന്നു. അപ്പോൾ ശരി കേട്ടോ, ബൈ.